പാകിസ്ഥാൻ കരസേനാ മേധാവി അസിൻ മുനീറും ഉസാമ ബിൻ ലാദനും ഭീകരതയുടെ മുഖങ്ങളെന്ന മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബൻ. പെഹൽഗാം ആക്രമണം ആസൂത്രിതമെന്നും അദ്ദേഹം പറഞ്ഞു. JD വാൻസിന്റെ ഭാരത സന്ദർശന വേളയിൽ പെഹൽഗാമിൽ ആക്രമണമുണ്ടായത് സമാന നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരാക്രമണത്തിന് ആഹ്വാനം ചെയ്ത പാകിസ്ഥാൻ കരസേനാ മേധാവി അസിൻ മുനീറും ബിൻ ലാദനും സമാനരെന്ന നിരീക്ഷണമാണ് മൈക്കൽ റൂബൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒസാമ ബിൻ ലാദൻ ഗുഹകളിലാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ പാകിസ്ഥാൻ സൈനിക മേധാവി കൊട്ടാര സദൃശ്യമായ വീടുകളിൽ കഴിയുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. രണ്ടുപേരുടെയും ചിന്തകൾ സമാനമാണ്, രണ്ടുപേരുടെയും അന്ത്യവും സമാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. The only difference between Osama bin Laden and Asif Munir is Osama bin Laden lived in a cave and Asif Munir lives in a palace. But beyond that, the two are the same and their end should also be the same. പഹൽഗാം ആക്രമണം യാദൃച്ഛികമായി സംഭവിച്ചുവെന്ന് കരുതാനാവില്ല. JD വാൻസിന്റെ സന്ദർശന വേളയിലാണ് ആക്രമണം നടന്നത്. നേരത്തെ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഭാരതം സന്ദർശിച്ച വേളയിലും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റയടിക്കാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. You know, it was shocking, but this just goes to show you that you can put lipstick on a pig, but it's still a pig. You can pretend that Pakistan isn't a terror sponsor, but it remains a terror sponsor no matter how much we try to normalize it. As for the timing, just as there was a terrorist attack when Bill Clinton went to India, so too does it seem that Pakistan wants to draw attention away from Vice President JD Vance's trip to India. The United States shouldn't let Pakistan get away with it, and we shouldn't pretend that this is some sort of spontaneous action. അമേരിക്ക ഉടൻ തന്നെ പാകിസ്ഥാനെ ഭീകര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. And simply put, the only reaction that the United States should take is a formal designation of Pakistan as a state sponsor of terror and a designation of Asif Munir as a terrorist. ഭീകരാക്രമണങ്ങൾ ആഹ്വാനം ചെയ്യുന്ന പാകിസ്ഥാനെ ശക്തമായ താക്കീതാകുകയാണ് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.